കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ദീർഘകാലമായി കാടും പടലും മാലിന്യ കൂമ്പാരവുമായി കിടന്ന ബസ് സ്റ്റാൻഡിന്റെ പിൻഭാഗം ശുചീകരിച്ചു. പാലാ നഗരസഭയുടെയും കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷന്റെയും പാലാ അത്ലറ്റിക് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നവീകരിക്കുമെന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പാലയുടെ ഹൃദയഭാഗമാണ്. നമ്മളിവിടെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് വന്ന് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടുത്തെ വർക്കേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് അർജൻസി കൊടുത്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വിലയിരുത്താൻ വേണ്ടി വന്നതാണ്. നമ്മൾക്കിനി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റും ഫാനുകളും ആണ്. ലൈറ്റും ഫാനുകളാണെങ്കിലും ടെൻഡർ വിളിക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈകാണ്ട് തന്നെ ഇവിടെ ലൈറ്റും ഫാനും എല്ലാം സ്ഥാപിതമാകുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഡ്രെയിനേജ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അമ്യൂണിറ്റീസ് മാറുമ്പോൾ തന്നെ ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും ഒത്തിരി സൗകര്യപ്രദമാകും. ആൾക്കാർക്ക് ഇവിടെ ഒന്ന് വന്നിരിക്കാൻ അല്ലെങ്കിൽ കൊട്ടാരം ബസ്സിലേക്ക് ചെല്ലാനും തന്നെ തോന്നും. നമ്മളങ്ങനെ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കൗൺസിലർമാരുടെയും സപ്പോർട്ടുകൂടി ഏറ്റവും മുനിസിപ്പൽ സ്റ്റാഫ് അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ടോടെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ലൈറ്റുകളും ഫാനുകളും സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. മലിനജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് പോരായ്മകൾ പരിഹരിച്ച് നവീകരിക്കാൻ നഗരസഭയും റെസിഡൻസ് അസോസിയേഷനും വിവിധ സംഘടനകളും ഒത്തുചേർന്ന പ്രവർത്തനം മുന്നോട്ട് പോകുകയാണെന്ന് വാർഡ് കൗൺസിലർ ബിജു മാത്യു പറഞ്ഞു. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ദിയ ബിനു ഇപ്പോൾ കൊട്ടാരമറ്റത്ത് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിന് മുമ്പൊരിക്കൽ നമ്മുടെ ചെയർപേഴ്സൺ ഇവിടെ സന്ദർശിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അതനുസരിച്ച് കൊട്ടാരമറ്റം റെസിഡൻസ് അസോസിയേഷനും കൊട്ടാരമറ്റത്തെ ക്ലബ്ബുകാരും, അതായത് നമ്മുടെ കൊട്ടാരമറ്റത്ത് പാലാ അത്ലറ്റിക് ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട്. അതിൻ്റെ എല്ലാം സംയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൻ്റെ പിറകുവശം കംപ്ലീറ്റ് കഴിഞ്ഞ 25 വർഷമായി പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൻ്റെ കടകളുടെ പിറകുവശം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിലെ ജീവനക്കാർ അതോടൊപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം സഹകരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു സംയുക്തമായിട്ട് പാലായിൽ നടക്കുന്ന ആദ്യത്തെ ഒരു പ്രവർത്തനമായത്. അതിന് വന്ന ഈ കാര്യങ്ങൾ നിർദ്ദേശം നൽകിയതിന് ശേഷം ഇന്ന് ഇതിൻ്റെ പണികളൊക്കെ വിലയിരുത്താനായിട്ടാണ് ദിയ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ശക്തമായിട്ട് പാലായിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഞങ്ങളത് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പാലായുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന മരങ്ങൾ നിൽക്കുന്ന ആ ഭാഗമുണ്ട്. ആ ഭാഗമെല്ലാം നമ്മൾ ആ മരങ്ങൾക്ക് ആലുകൾക്ക് ആൽത്തറ കെട്ടിക്കൊണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി സീറ്റുകൾ ഇട്ടുകൊണ്ട് അവിടെ എല്ലാ മാലിന്യങ്ങളും കൃത്യമായിട്ട് എല്ലാ ദിവസവും നീക്കം ചെയ്തുകൊണ്ട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ തറകെട്ടി ഇരിപ്പിട സൗകര്യം ഒരുക്കുവാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്ത് ബസ് സ്റ്റാൻഡിനെ സൗന്ദര്യവൽക്കരിക്കുവാൻ നഗരസഭയും ജനകീയ കൂട്ടായ്മയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്ന് ബിജു മാത്യൂസ് പറഞ്ഞു. ഐഫോറിയ ന്യൂസ്, പാലാ.